ലോകത്തിലെ ഏറ്റവും വലിയ 10 പള്ളികൾ. അതെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ 10 മുസ്ലിം പള്ളികൾ ഏതൊക്കെ എന്നാണ്. അപ്പോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാടധികം ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. സോ പറ്റുന്നവർ അതൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോ 10ാമതായിട്ട് വരുന്നത് ജാംകരൻ മസ്ജിദ്. ഇറാനിലെ പവിത്ര നഗരമായ കൊമ്മിന്റെ പ്രാന്തപ്രദേശത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ 10ാമത്തെ പള്ളി സ്ഥിതി ചെയ്യുന്നത്. 10ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ, അതായത് BC 984 നിർമ്മിച്ച ഈ പള്ളിയിൽ ഇന്ന് ഒരേ സമയം 1,50,000-ലധികം ആളുകളെ ഉൾക്കൊള്ളാൻ സാധിക്കും. 24 മണിക്കൂറും പ്രാർത്ഥനകൾക്കും മറ്റുമായി ഇന്നും ഇത് തുറന്നിട്ടിരിക്കുന്നു. 9ാമതായിട്ട് വരുന്നത് താജ് ഉൽ മസ്ജിദ്. ലോകത്തിലെ ഏറ്റവും വലിയ 9ാമത്തെ പള്ളിയും അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയുമാണിത്. ഏകദേശം 1,75,000-ലധികം ആളുകളെ ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്ര വലിപ്പമാണ് ഇതിനുള്ളത്. 19ാം നൂറ്റാണ്ടിലെ അന്നത്തെ രാജാവായ നവാബ് ഷാജഹാനാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചതെങ്കിലും 1971 കൂടിയാണ് ഇതിന്റെ മുഴുവൻ പണിയും പൂർത്തിയായത്. നിലവിലിത് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ്. 8ാമതായിട്ട് വരുന്നത് ഇന്തോനേഷ്യയിലുള്ള ഇസ്തിക്ലാൽ മസ്ജിദ്. ആദ്യം തന്നെ ഇതിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം ഒന്ന് പറയാം. ഏകദേശം 2 ലക്ഷം ആളുകൾക്ക് ഒരേ സമയം പ്രാർത്ഥനകൾ നടത്താൻ സാധിക്കുന്ന അത്ര വലുപ്പമാണ് ഇതിനുള്ളത്. തെക്കു കിഴക്കൻ ഏഷ്യയിലുള്ള ഏറ്റവും വലിയ പള്ളി എന്ന പേരിലും ഇസ്തിക്ലാൽ പള്ളിയെ ഇന്ന് അറിയപ്പെടുന്നു. 1961 പണി തുടങ്ങി 1978 കൂടിയാണ് ഇത് പൊതുജനങ്ങൾക്കായിട്ട് ആളുകൾക്കായിട്ട് തുറന്നു നൽകിയത്. 7ാമതായിട്ട് വരുന്നത് അസ്താന ഗ്രാൻഡ് മസ്ജിദ്. നൂറുൽ സുൽത്താൻ പള്ളി എന്ന പേരിലും ഇതിനെ അറിയപ്പെടുന്നു. മധ്യേഷ്യയിലെ ഏറ്റവും വലിയ പള്ളിയായ ഇത് കസാക്കിസ്ഥാന്റെ തലസ്ഥാനമായ അസ്താനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഇതിനകത്തുള്ള ഹാളിൽ വിരിച്ചിരിക്കുന്നത് 15,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരവതാനിയാണ്. അതുപോലെ 130 മീറ്ററിലധികം ഉയരമുള്ള 4 കൂറ്റൻ മിനാരങ്ങളാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഏകദേശം 2,35,000 ആളുകൾക്ക് ഒരേ സമയം പ്രാർത്ഥിക്കാൻ ഇതിനകത്ത് സാധിക്കും. 6ാമതായിട്ട് വരുന്നത് ഫൈസൽ മസ്ജിദ്. പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിന്റെ കൃത്യം നടുഭാഗത്തായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. 1986 പണി പൂർത്തിയാക്കിയ ഇതിൽ തുർക്കി വാസ്തുശില്പകാരനായ വേദത് ദാലോക്കയാണ് ഇതിന്റെ ഡിസൈൻ നിർമ്മിച്ചത്. മരണപ്പെട്ട മുൻ സൗദി രാജാവായ ഫൈസൽ രാജാവാണ് അന്ന് ഇത് നിർമ്മിക്കാനായിട്ട് ധനസഹായം നൽകിയത്. അതുകൊണ്ടാണത്രേ ഇതിന്റെ പേര് ഫൈസൽ മസ്ജിദ് എന്നാക്കിയത്. ഏകദേശം 3 ലക്ഷത്തിലധികം ആളുകൾക്ക് ഒരേ സമയം പ്രാർത്ഥനകൾക്കും മറ്റുമായിട്ട് ഇതിനകത്ത് സാധിക്കും. 5ാമതായിട്ട് വരുന്നത് അൽ അക്സ മസ്ജിദ്. പഴയ ജെറുസലേമിൽ സ്ഥിതി ചെയ്യുന്ന ഇത് അവിടുത്തെ മുസ്ലിങ്ങൾക്കാണെങ്കിൽ അൽ ഹറം അൽ ഷരീഫ് എന്നും അതുപോലെ ജൂതന്മാർക്കാണെങ്കിൽ ടേബിൾ മൗണ്ട് എന്ന പേരിലുമാണ് ഇതിനെ ഇന്ന് അറിയപ്പെടുന്നത്. 4 ലക്ഷത്തോളം ആളുകളെ ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്ര വലിപ്പമാണ് ഇതിനുള്ളത്. 4ാമതായിട്ട് വരുന്നത് ഇമാം റസാം മസ്ജിദ്. ആദ്യം തന്നെ ഇതിന്റെ വലുപ്പം വിസ്തീർണം ഒന്ന് പറയുകയാണെങ്കിൽ ഏകദേശം 5,98,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയാണ് ഇതിനുള്ളത്. അതായത് ഒരേ സമയം 7 ലക്ഷത്തിലധികം ആളുകൾക്ക് ഇതിനകത്ത് പ്രാർത്ഥനകൾ നടത്താൻ സാധിക്കുമെന്ന് ചുരുക്കം പറയാം. ഇറാനിലെ മഷ്ഹദ നഗരത്തിലാണ് നിലവിലിത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ വളരെ വിശാലമേറിയ ഒരു ലൈബ്രറിയും ഒരു മ്യൂസിയവും ഇതിനകത്തുണ്ട്. 3ാമതായിട്ട് വരുന്നത് ഗ്രാൻഡ് ജാമിയ മസ്ജിദ്. പാകിസ്ഥാനിലെ കറാച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളി വലിപ്പത്തിന്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ പള്ളിയും അതുപോലെ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പള്ളിയുമാണിത്. 200 ഏക്കറോളം വരുന്ന സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഈ പള്ളിയിലുള്ളത് ചെറുതും വലുതുമായിട്ടുള്ള 150-ലധികം താഴിക കുടങ്ങളാണ്. അതുപോലെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഇതിനകത്ത് കാണുന്ന എല്ലാ ടൈൽസുകളും കൈകൊണ്ട് നിർമ്മിച്ച മുൾട്ടാനി ടൈലുകളാണ്. ഏകദേശം 8 ലക്ഷത്തിലധികം ആളുകൾക്ക് ഒരേ സമയം ഇതിനകത്ത് പ്രാർത്ഥനകൾ നടത്താൻ സാധിക്കും. 2ാമതായിട്ട് വരുന്നത് അൽ മസ്ജിദ് അന്നബവി. ഇസ്ലാമിലെ 2ാമത്തെ ഏറ്റവും പുണ്യമുള്ള സ്ഥലവും അതുപോലെ ലോകത്തിലെ തന്നെ 2ാമത്തെ ഏറ്റവും വലിയ മസ്ജിദ് പള്ളി കൂടിയാണിത്. സൗദി അറേബ്യയിലെ മദീനയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളി പ്രവാചകനായ മുഹമ്മദ് നബി തങ്ങൾ നിർമ്മിച്ചതാണ്. ഒരുപാടധികം പ്രത്യേകതകളും വലിയ പുണ്യവുമുള്ള ഈ പള്ളിക്കകത്ത് ഏകദേശം 1.5 മില്യൺ അഥവാ 15 ലക്ഷം ആളുകൾക്ക് ഒരേ സമയം പ്രാർത്ഥനകൾ നടത്താൻ സാധിക്കും. ഒന്നാമതായിട്ട് വരുന്നത് മസ്ജിദുൽ ഹറം. ലോകത്തെ ഏറ്റവും വലുതും
പവിത്രവുമായ വളരെയേറെ പുണ്യമുള്ള ഒരു പള്ളിയാണിത്. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി അഭിമുഖീകരിക്കുന്ന ദിശയായ കഅബയെ ചുറ്റിപ്പറ്റിയാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. 4 ലക്ഷത്തിലധികം വരുന്ന ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയോട് കൂടിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ സൗദി അറേബ്യയിൽ തന്നെയാണ് ഇതുമുള്ളത്. ഹജ്ജിനും ഉംറക്കും ഓരോ ദിവസവും വരുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളാൻ ഇതിനകത്ത് സാധിക്കും. ഏകദേശം ഒരേ സമയം 40 ലക്ഷത്തിലധികം ആളുകൾക്ക് ഈ പള്ളിയിൽ പ്രാർത്ഥനകൾ നടത്താൻ സാധിക്കും. അപ്പോ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിലവിൽ ഇന്റർനെറ്റിൽ റാങ്ക് ചെയ്യപ്പെട്ട ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 10 പള്ളികളാണിത്. അപ്പോ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോ അടുത്തൊരു വീഡിയോയുമായി കാണാം.